ഒരിക്കലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുമായി കൗൺസിലിങ്ങിന് വന്നിരിക്കുകയാണ്. കാര്യം എന്താണ്? ഭാര്യയ്ക്ക് വല്ലാത്ത ദേഷ്യം, കടുത്ത ദേഷ്യം, സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. മധ്യവയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാരാണ്. മക്കളൊക്കെ കല്യാണം കഴിച്ചു, വളരെ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചു വന്ന ഒരു ഭാര്യയാണ് ഇവർ. ഭർത്താവിന് നല്ല കെയറിങ് ഉണ്ടായിരുന്നു, നല്ല സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാര്യ പറയുന്നതാ, ഇപ്പോൾ ഒരു തരത്തിലുള്ള കെയറിങ് ഇല്ല, ശ്രദ്ധിക്കുന്നേയില്ല. രാത്രി വന്ന് കട്ടിലിൽ കിടന്നു കഴിഞ്ഞ് രണ്ടുപേരും ഒരു കട്ടിലിൽ തന്നെ കിടക്കുന്നത്. ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, ഭാര്യ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നൊരവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യയുടെ ഒരേ ഒരു പരാതി എന്താ? ഭാര്യയുടെ പരാതി തൻ്റെ ഭർത്താവ് തന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇദ്ദേഹം കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ വാട്സപ്പ് എടുത്തു അങ്ങോട്ട് തിരിഞ്ഞ് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഈയിടെ ഭർത്താവ് ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. അതാണ് ഭാര്യയുടെ പരാതി. സാറേ, എനിക്ക് ഒന്നും തന്നെ വേണ്ട, എന്നോടൊന്ന് സംസാരിച്ചാൽ മതി. സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യം എന്ന് പറയുന്നത് ഈ പുറത്തൊക്കെ നടന്ന് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഗൾഫിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്ന ആളുകൾ, തിരിച്ചു വന്നവർ, അങ്ങനെയുള്ള ആളുകളൊക്കെയായിട്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കുക. രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പരിപാടി കട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭാര്യയുമായിട്ട് സംസാരിക്കുന്നില്ല, തിരിഞ്ഞ് കിടന്ന് വാട്സപ്പ്, ഉറങ്ങുന്നതുവരേക്ക് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ദേഷ്യം സഹിക്കവയ്യാതെ ഒരു ദിവസം ഈ ഭാര്യ ആ മൊബൈൽ ഫോൺ കുത്തിയാണ്ട് തകർത്തു കൊടുത്തു എന്നുള്ളതാണ്. അത്ര ദേഷ്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഈ ഭാര്യയ്ക്ക് വല്ല മാനസിക പ്രശ്നങ്ങളോ ആയി തീർന്നോ, ഭയങ്കര ദേഷ്യം കാണിക്കുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. അങ്ങനെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇദ്ദേഹം ഒരു കൗൺസിലിങ്ങിനും കൂടി കൊണ്ടുവരികയാണ്. കൗൺസിലിങ്ങിലാണ് സത്യത്തിൽ ഈ ഭാര്യ മനസ്സ് തുറന്ന് പറയുന്നത്, ഇതാണ് പ്രശ്നം, എൻ്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യുന്നില്ല, പണ്ടൊക്കെ നന്നായി കെയർ ചെയ്തിരുന്നു, ഇപ്പോൾ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരെ വീട്ടിലുള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്കാണെങ്കിൽ ഈ വാട്സപ്പ് നോക്കിയിരിക്കാനോ അതുപോലെ തന്നെ മൊബൈൽ നോക്കിയിരിക്കാനോ ഒരു താല്പര്യമില്ല, ഭർത്താവിൻ്റെ കെയറിങ് ഒന്ന് നഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടതാണ് ഈ ഭാര്യയ്ക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് ഈ ഭാര്യയ്ക്ക് ഇപ്പോൾ ഡിപ്രഷനുണ്ട്, അതോടൊപ്പം തന്നെ ആങ്സൈറ്റി ഉണ്ട്, ഉറക്കക്കുറവുണ്ട്, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്തരീക്ഷമാണ് സത്യത്തിൽ അവരെ ഇങ്ങനെ കൊണ്ടുപോയി എത്തിച്ച് എന്നുള്ളതാണ്. അങ്ങനെ അവസാനം ഒരു കോൺട്രാക്റ്റ് പോലെയൊക്കെ കൗൺസിലിങ്ങിൽ ഇത്തിരി സമയം ഇനി ഭാര്യയുമായി സംസാരിച്ചിരിക്കണം എന്നുള്ള കോൺട്രാക്റ്റിൽ ഒരു പരിധിവരേക്ക് ഒരു സമാധാനത്തോടു കൂടി അവരെ പറഞ്ഞു വിട്ടുന്നുള്ള. ഇപ്പോൾ അവർക്ക് അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കൗൺസിലിംഗ് വന്നപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞ് ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, സന്തോഷമൊക്കെ ഉണ്ട്, പഴയ അവസ്ഥയൊന്നുമില്ല, എനർജിയൊക്കെ നന്നായിട്ട് ഉണ്ട്, ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്, ഭർത്താവ് ഇപ്പോൾ പഴയ പോലെയല്ല, അന്ന് വന്നതിന് ശേഷം കുറച്ചും കൂടി കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് താനുമായിട്ടുള്ള, അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിൽ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ അത്ര തന്നെ ഇല്ലെങ്കിലും അല്പമെങ്കിലും അതിന് സമയം കണ്ടെത്തണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം.